നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഔഷധക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു ഔഷധക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓരോ ദിവസവും ഔഷധക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായ രുചികളിൽ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ഗുണം കിട്ടും. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിന് കുറച്ച് സാധനങ്ങൾ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷറിംഗ് കപ്പിന് 2 കപ്പ് ഞവരയരി, 1 കപ്പ് ചെറുപയർ, 1 കപ്പ് മുതിര, അതായത് നമ്മുടെ ഹോസ് ഗ്രാം എന്നൊക്കെ പറയും, മസൂർ ദാൾ 1 കപ്പ്, നമ്മുടെ ഓറഞ്ച് കളറിലിരിക്കുന്ന പരിപ്പാണിത്, വൻപയർ 1 കപ്പ്, 1 കപ്പ് തുവരപ്പരിപ്പ്, 1 കപ്പ് റാഗി, ഉലുവ അതേ മെഷറിംഗ് കപ്പിന് അരയളവ് ഉലുവ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ഒരു 4-5 വട്ടം നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുതിർത്ത് വെക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് അധികം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഓവർനൈറ്റ് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ധാന്യങ്ങളെല്ലാം നമ്മൾ ഒരു നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു. ഇനി ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് ഇന്നത്തെ കഞ്ഞി നമ്മൾ വെക്കുന്നത്. കുതിർത്ത് വെച്ചിരുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പോരാണ്ട് നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം, കാരണം ഇത് ഒരു കാരണവശാലും അടി പിടിക്കരുത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ അയമോദകം, കരിഞ്ജീരകം, 1.5 ടീസ്പൂൺ കരിഞ്ജീരകം, 1.5 ടീസ്പൂൺ എള്ള്, 1.5 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ഒട്ടും കുറയരുത്. മൂടി വെച്ച് ഒരു 4 to 5 വിസിൽ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. കഞ്ഞിക്ക് ആവശ്യമായ ചക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ചക്കര ഇല്ലാത്ത ആൾക്കാർക്ക് ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 400 ഗ്രാം ചക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്കര ഒരെണ്ണം 400 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിടാം. അതിനകത്തേക്ക് ചക്കര പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു ചെറിയ തീയിലിട്ട് നമുക്ക് ഇതൊന്ന് ഉരുക്കി എടുക്കാം. ഉരുക്കിയെടുത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചും എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒക്കെ കടിക്കും. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടിയിൽ ഒരു ഫ്ലെയിം കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചൊന്ന് പറ്റി കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കര നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ചക്കരപ്പാനീയം ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ചക്കരപ്പാനീയത്തിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഒന്ന് കുറുകി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കഞ്ഞി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ 1 മുറിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലിനായിട്ട്. അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2-ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരും. നമ്മുടെ കഞ്ഞി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി നീട്ടി വേണം എടുക്കാനായിട്ട്, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറുകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം, ഒരു 3/4 ടീസ്പൂൺ. ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. ഏലക്കയും ചുക്കുമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യുക. നമ്മളിത് വളരെ കുറച്ച്
തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇപ്പം ഇത്രയും ലൂസ് തോന്നിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരിയും കൂടെ ഈ പായസം വന്ന് കയറി കുറുകും. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. ഒറ്റ ടീസ്പൂൺ നെയ്യ്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും ഇട്ട് തിളപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണിത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ചക്കര, ചുക്ക്, ഏലക്കയൊക്കെ ചേർത്തേക്കണം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ഈ കഞ്ഞി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.